ചിയാങ്മായിലെ ഈ ഒരു വീഡിയോയിൽ ഒരു അടിപൊളി കഫേയും അതുപോലെ തന്നെ ഒരു സാഹസിക യാത്രയും കൂടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മളിവിടുത്തെ ഒരു കഫേയിൽ വന്നിരിക്കുകയാണ്. മയു ഹാൻഡ് 60 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കഫേ. ഒരു ഗാർഡൻ വൈബൊക്കെ തരുന്ന കഫേയാണ്. ഇത് ചിയാങ്മായിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ മോസ്റ്റ് ഇൻസ്റ്റഗ്രാമബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദി കഫേയാണിത്. നമുക്കൊന്ന് പോയി നോക്കാം. ഐഡിയ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. നോ വേ ടു സേ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അടിപൊളി ഒരു വൈബാണ്. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല അല്ലേ. നിങ്ങൾ തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? അതേ ഒരു ഫീലിംഗ് ആണ്. അപ്പം നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ആ ഒരു ഐഡിയ എങ്ങനെയാണെന്നൊന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുകയാണ്. ഇപ്പം ഇവിടെ ആർട്ടിഫിഷ്യലി ഫോഗ് ആൻഡ് മിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ നിൽക്കുന്ന സൈഡിൽ നിൽക്കുന്ന സാധനം മറ്റൊന്നുമല്ല കേട്ടോ, നമ്മുടെ പായലില്ലേ, പായൽ അത് തന്നെയാണ്. മോസസും പായലും ഒക്കെ വിചാരിച്ച് ഒരു ഫോറസ്റ്റ് വൈബ് കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു കഫേ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇവിടെ ഇതുവരെ അങ്ങനെ ഒരു കഫേനെ കുറിച്ച് കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഒന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലും ഇതേപോലൊക്കെ ഒരു ഐഡിയ കൊണ്ടുവന്നാൽ വളരെ നന്നാകും എന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റട്ടെ അല്ലേ. ഇറ്റ്സ് റിയലി വണ്ടർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. തായ്ലാൻഡിൽ ഇതുപോലെയുള്ള കഫേസ് പ്രത്യേകിച്ച് ചിയാങ്മായ്, ചിയാങ്റായ് ഏരിയയിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ലോക്നക്കാരൻ്റെ തൊട്ടടുത്തായിരുന്നു ഇത് എന്നുള്ളത് കൊണ്ടാണ് ഇവിടേക്ക് കയറിയത്. നിങ്ങൾ നോക്കുക എങ്ങനെയാണ് ആ ചെയ്തിരിക്കുന്ന ഒരു മിസ്റ്റ് വരുന്നത്, വെള്ളച്ചാട്ടം, ഫ്ലവേഴ്സ്. ശരിക്കും മറ്റൊരു പ്ലേസാണ്. നല്ല രസമല്ലേ ഇങ്ങനെ വൈകിട്ട് കോഫി കഴിക്കാൻ, ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടുത്തെ കഫേയിൽ വന്ന് ഓർഡർ ചെയ്ത സാധനങ്ങളാണ് കാണുന്നത്. റോസ് മിൽക്ക്, ഇറ്റ്സ് എ ലെമൺ ആൻഡ് എ കേക്ക്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ കേക്കാണ്. നമുക്കത് ട്രൈ ചെയ്തേക്കാം. ഇത് കൊക്കനട്ടിൻ്റെ കേക്കാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ്, നോ രക്ഷ. എന്തേ വലിച്ചു പറിക്കുന്നതെന്നൊന്ന് പറഞ്ഞു കൊടുക്ക്. നമ്മുടെ ഡ്രൈവർ നമുക്ക് പുള്ളിക്കാരി കഴിച്ചാണ്. ബേസിക്കലി സ്റ്റിക്കി റൈസ് ആണ് ഇത്. ആക്ച്വലി വാട്ട് ഈസ് എ സ്റ്റിക്ക് റൈസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ബേസിക്കലി ഇതിനകത്ത് എന്താ ബാമ്പൂനകത്ത് കൗലാങ് എന്നാണ് അറിയപ്പെടുന്നത്. ബേസിക്കലി അതായത് കൗ എന്ന് പറഞ്ഞാൽ ഇതാണ്, റൈസാണ് ഉദ്ദേശിക്കുന്നത്. ലാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാമ്പുവിൻ്റെ പീസിനാണ് അവരത് പറയുന്നത്. അവരതിനകത്ത് വെച്ചിട്ട് അവരുടെ അരിയും അതിൻ്റെ കൂടെ കുറച്ച് മധുരമുള്ള നമ്മുടെ കിസ്മിസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതാണ്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, റിയലി ടേസ്റ്റി.
പുള്ളിക്കാരി കഴിച്ചോണ്ട് പുള്ളിക്കാരി എനിക്ക് ഓഫർ ചെയ്താണ്. ഞാൻ എല്ലാം ചോദിക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു. ഞാൻ ഫുഡിൻ്റെ കാര്യങ്ങളും ചോദിച്ചോണ്ടിരുന്നല്ലോ, പുള്ളിക്കാരി എനിക്ക് ഓഫർ ചെയ്തു. ഇറ്റ് റിയലി നൈസ്. നമുക്ക് ആക്ച്വലി ബാമ്പുവിൻ്റെ ഇത് അകത്ത് വരുന്നില്ലേ, ആ കാര്യങ്ങൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സ്റ്റിക്കി വാട്ടർഫോൾസ് ആണ്. ഇതിലിങ്ങനെ കയറി വരാൻ പറ്റും. ആളുകൾ കയറി വരുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പം നമ്മളും ഇതിൽ കയറാനുള്ള പരിപാടിയാണ്. അപ്പം ഈ ഒരു വാട്ടർഫാൾസിൽ നമുക്ക് എൻട്രൻസ് ഫീസ് ഒന്നുമില്ല. നമ്മൾ ഓടി പിടിച്ച് തിരക്ക് പിടിച്ചിട്ട് ഇവിടെ എത്തിയാണ്. 5 മണിയാകുമ്പോഴത്തേനും ഇവിടുത്തെ ക്ലോസിങ് ടൈമാണ്. അപ്പം നമ്മളിവിടെ എത്തി, ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നതിന് വളരെ കുറച്ച് നേരം മുമ്പാണ് എത്തിയത്. അപ്പം നമ്മൾ വേഗം സ്പീഡിൽ താഴോട്ട് പോകണം. താഴേന്ന് മുകളിലോട്ട് കയറി വരികയാണ്. ആദ്യം നമ്മളിവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തു. അപ്പം ഇതുപോലെയുള്ള ഒത്തിരി സ്ഥലങ്ങൾ ചിയാങ് മായിലുണ്ട്. അപ്പം നമ്മുടെ ട്രിപ്പ് ഒരു 1 ഡേ ട്രിപ്പായിരുന്നു ചിയാങ് മായിൽ. അപ്പം ലിമിറ്റഡ് ആയിരുന്നു കണ്ട സംഭവങ്ങൾ. അതിൽ മാക്സിമം ഏറ്റവും കൂടുതൽ കവർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, ഇതെല്ലാം കുറച്ച് ഡിസ്റ്റൻസിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ക്യാബ് ഹയർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഒരു സുഖം അല്ലെങ്കിൽ സൗകര്യപ്രദം എന്ന് പറയുന്നത്. വാട്ടർഫാൾസിലേക്ക് കയറണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ സ്റ്റെപ്സ് ഇട്ടിട്ടുണ്ട്. ഈ സ്റ്റെപ്സിലൂടെ നമ്മൾ ഏറ്റവും താഴെ വരെ എത്തുക. എന്നിട്ട് അവിടെ നിന്ന് മുകളിലോട്ട് കയറി പോരുക. നമ്മൾ തെന്നിയടിച്ച് വീഴില്ല എന്നാണ് പറയുന്നത്. അപ്പം നോക്കാം, ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അവിടെ വേണമെങ്കിൽ കയറാം. അല്ലെങ്കിൽ താഴെ വരെ പോയിട്ട് വലുതായിട്ടുള്ളതുണ്ട്, എങ്ങനെ വേണമെങ്കിലും കയറാം. ഇങ്ങനെ 2-3 വഴികൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ഏറ്റവും താഴെ വരെ പോകാമെന്ന് ഒക്കെ നമ്മൾ തീരുമാനിച്ചു. ഇവിടെ കുറച്ച് നേരം നിന്ന് നോക്കി എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. അതിന് ശേഷം നമ്മൾ വീണ്ടും താഴോട്ട് പോകാൻ തീരുമാനിച്ച്. ചെറിയ വെള്ളം ചാട്ടമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലോട്ടൊക്കെ ആൾക്കാർക്ക് പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ 2-3 വേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായാലും നേരെ താഴോട്ട് പോവുകയാണേ. ഇങ്ങനെ ഒരു കയറിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ കയറ് തന്നെ പിടിച്ച് താഴോട്ട് ഇറങ്ങി പോകാം, അത് പ്രശ്നമൊന്നുമില്ല. ആളുകൾ താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ചെറിയൊരു വാട്ടർഫാൾസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റിക്കിയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് സ്റ്റിക്കി ആണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ നമ്മളിതിൻ്റെ മുകളിൽ കാല് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടും വീഴത്തില്ല, അവിടെ തന്നെ നിൽക്കും. നമുക്കൊരു തെന്നലോ വഴുക്കലോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് ഇങ്ങനെ നമ്മളൊരു വീഡിയോസ് എടുത്തു, എല്ലാവരും എൻജോയ് ചെയ്തു. കൈ തന്നോ, ഒരു കൈ എന്നാ പിടിച്ചോ. അതേ പിടിക്കണ്ട, ചുമ്മാ നടന്നാൽ മതി. ഇതുണ്ടോ, അങ്ങനെ ഞാൻ ലിയോമോളിലൂടെ സ്റ്റിക്കി വാട്ടർഫോൾസിൽ കൂടെ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്.
ഓക്കെ അല്ലേ? പേടിക്കാനൊന്നുമില്ലല്ലോ. ഇനിയും കയറിപ്പോ, നമുക്ക് മേലോട്ട് കയറിപ്പോയാൽ മതി. വളരെ ഈസി ആയിട്ട് നമ്മൾ സാധാരണ നോർമലി നടക്കുന്ന എങ്ങനെയാണോ അങ്ങനെ പ്രത്യേകത. സോ ഈ വെള്ളത്തിലുള്ളത് ഈ വെള്ളത്തിലാണ് ഇങ്ങനെ അടിച്ചിട്ട് പോവുകയാണ്. ഇത് മാത്രമല്ല തെളിഞ്ഞൊരു വെള്ളമാണ്. വെരി ഈസി ടു വാക്ക്. ആ നീ അതിലെ പോകുന്നു? ഇതിലെ പോകുന്നോ അതിലെ പോകുന്നു? രണ്ടും പ്രത്യേകമൊന്നുമില്ല, രണ്ടും മേടിച്ചില്ലേ. എല്ലാം ഉള്ളൂ. ബബിൾ കാണുന്നുണ്ട്. എന്നാൽ ഞാൻ കയറിപ്പോ, ഇത് പിടി. അങ്ങനെ ഞാൻ തിരിച്ചു വരാം. അവിടെ വരെ കയറിയിട്ട് തിരിച്ചു വന്നാൽ പോലെ. ആ കയറി പിടിച്ചോടാ. എടാ അതിനൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി എല്ലാവരും കയറി പിടിച്ചു പോകുന്നല്ലാതെ വെള്ളത്തിനകത്ത് കാൽഷ്യം കാർബണേറ്റ് ഉണ്ട്. അതിങ്ങനെ കണ്ടിന്യൂസ്ലി ഫ്ലോ ചെയ്യുമ്പോൾ വാട്ടർ റിയാക്ട് ചെയ്തിട്ട് ഇതിന് കട്ടിയാണ് വീഡിയോ എടുത്ത് 2, 3 സ്റ്റാർട്ട്. കയറിയും കുറച്ച് വേണം കയറിയും പോരെ. നിന്റെ ഇതെല്ലാം കാണുന്നുണ്ട് പുറം, കുഴപ്പമില്ലല്ലോ. അവിടെ ചെന്നെടുത്തത് പോരെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സിറ്റി വാട്ടർഫാൾസിലാണ്. ഇത് കാൽഷ്യം കാർബണേറ്റ് അല്ല ലൈം സ്റ്റോണിൻ്റെതായ ഒരു എഫക്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ എങ്ങനെ നടന്നാലും വീഴത്തില്ല. ശരിക്കും ഇതൊരു റഫ് സർഫേഴ്സ് ആണ്, നോൺ സ്റ്റിക്കി ആണ്. നമ്മളിപ്പോൾ താഴെ വരെ പോയി മുകളിലോട്ട് തിരിച്ച് വന്നതേ ഉള്ളൂ. ഇതൊരു മസ്റ്റ് ട്രൈ ആണ്, പേടിക്കാനൊന്നുമില്ല, ജസ്റ്റ് അങ്ങ് പോവുക. പിന്നെ അവർ സ്ലിപ്പറി ആവുന്ന സ്ഥലത്ത് അവർ പറഞ്ഞിട്ടുണ്ട് സ്ലിപ്പറി ആണെന്ന്, അത് നിങ്ങൾ ശ്രദ്ധിക്കാം. കയറിട്ടിട്ടുണ്ട് താഴെ വരെ, കാറിൽ കയറി നടന്നാൽ മതി.